ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ പാർട്ട് 1 ബാക്കി ഭാഗം ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ആണ്. ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. ഒബ്സർവ് ദിസ് പിക്ചർ. ഫോട്ടോസിന്തസിസ് അല്ലേ, റെസ്പിറേഷൻ. ഇവിടെ എന്താ, അറ്റ്മോസ്ഫിയറിന്ന് ഫോട്ടോസിന്തസിസ് ട്രീസ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് ഓക്സിജൻ റെസ്പിറേഷൻ ആക്കുന്നുണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രീസ് സ്വീകരിക്കുന്നു അല്ലേ, അബ്സോർബ് ചെയ്യുന്നു. നോക്കൂ, ഒബ്സർവ് ദ പിക്ചർ. ഡു പ്ലാന്റ്സ് റിലീസ് ഓൺലി ഓക്സിജൻ അറ്റ് ഓൾ ടൈംസ്? സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തു വിടുന്നത്? ഈസ് ഫോട്ടോസിന്തസിസ് പോസിബിൾ അറ്റ് നൈറ്റ്? ഈ ഫോട്ടോസിന്തസിസ് രാത്രിയിൽ സാധ്യമാണോ? വൈ? എന്തുകൊണ്ട്? വാട്ട്സ് ദ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് ദ നൈറ്റ് ഇൻ ഓൾ ഓർഗാനിസം ഇൻക്ലൂഡിങ് പ്ലാന്റ്സ്? രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനം എന്താണ്? ഡസ് എ പേഴ്സൺ ഹൂ സ്ലീപ്സ് അണ്ടർ എ ട്രീ ഡ്യൂറിങ് ദ നൈറ്റ് റിസീവ് മോർ ഓക്സിജൻ? രാത്രി മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? റൈറ്റ് ഡൗൺ യുവർ എക്സ്പ്ലനേഷൻ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ വിശദീകരണം നോട്ട്ബുക്കിൽ എഴുതുക. When green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. ഗ്രീൻ പ്ലാന്റ്സ് പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ. പകൽ സമയത്താണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ചിട്ട് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ എന്താക്കുന്നുണ്ട്, പുറത്ത് റിലീസാക്കുകയും ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ എന്താണ് അടുത്തത്? സിൻസ് ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് നൈറ്റ്, ഓക്സിജൻ ഈസ് നോട്ട് റിലീസ്ഡ്. രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. രാത്രിയിൽ എന്താക്കുന്നില്ല, ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല അല്ലേ, കാരണം സൺലൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഈ ഫോട്ടോസിന്തസിസ് നടക്കൂല. അപ്പോൾ ഓക്സിജൻ എന്താക്കൂല, രാത്രി റിലീസാക്കൂല. ഓൾ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് റെസ്പയർ ഡേ ആൻഡ് നൈറ്റ്. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും എന്താക്കുന്നുണ്ട്, റെസ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ, ശ്വസിക്കുന്നുണ്ട്. ഓക്സിജൻ ഈസ് ടേക്കൺ ഇൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഗിവൺ ഔട്ട് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മോളത്തെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. ഇനി എ പ്ലേസ് ടു ലിവ്, ഇനി താമസിക്കാൻ ഒരിടം. ദിസ് ഈസ് ദ ഡയറി നോട്ട് ഓഫ് സഫിയ ഹൂ വെൻറ്റ് ഓൺ എ സ്റ്റഡി ടൂർ ഫ്രം സ്കൂൾ. ഇതെന്താണ്, സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയ സഫിയയുടെ ഡയറി കുറിപ്പാണിത്. ടുഡേ വി വെൻറ്റ് ഓൺ എ സ്റ്റഡി ടൂർ ഫ്രം സ്കൂൾ. The orchidarium attracted me the most. Orchidarium is a garden where orchid varieties are grown. How beautiful are the orchid flowers! What surprised me was the way these plants are being nurtured. They are grown on hanging wooden planks tied with materials like coconut fiber. Some other grow on branches of trees. They don't require soil to grow. Different varieties of orchids. ഓക്കെ, അതിൻ്റെ ചിത്രമാണ് കണ്ടത്. എന്താണ് അവൾ എഴുതി, സഫിയൻ്റെ ഡയറി കുറിപ്പ് എന്താണ്? ഇന്ന് സ്കൂളിൽ നിന്ന് പഠനയാത്ര പോയി. എന്നെ ഏറ്റവും ആകർഷിച്ചത് ഓർക്കിഡേറിയമാണ്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം. എന്ത് മനോഹരമായ പൂക്കളാണെന്ന് ഓർക്കിഡേൻ്റേത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ചെടികൾ വളർത്തുന്ന രീതിയാണ്. തൂക്കിയിട്ട പലകയിൽ ചകിരിയും മറ്റും കെട്ടിവെച്ചാണ് ചെടി വളർത്തുന്നത്. മറ്റു ചിലത് മരശിഖരങ്ങളിലും. ഇവയ്ക്ക് വളരാൻ മണ്ണ് വേണ്ടത്രേ. Vanda is a common type of orchid seen in our locality. Look at the picture. നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഓർക്കിഡാണ് മരവാഴ. ചിത്രം നോക്കൂ. Observe this, its thick root. These roots have certain peculiarities. They can be absorb moisture from the atmosphere. This is why these plants can grow even without soil. These plants depend on other plants only for shelter. Such plants are called epiphytes. അതിൻ്റെ തടിച്ച വേരുകൾ ശ്രദ്ധിക്കൂ. കണ്ടോ, തടിച്ച വേരുകൾ ശ്രദ്ധിക്കുക. ആ വേരുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് പ്രത്യേകത? അന്തരീക്ഷത്തിൽ നിന്ന്
അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയുന്നു അല്ലേ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കാൻ ഇതിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് മണ്ണില്ലെങ്കിലും ഈ ഓർക്കിഡിന് വളരാൻ കഴിയുന്നത്. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഓർക്കിഡുകൾ സസ്യങ്ങളുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് മനസ്സിലായല്ലോ. ഹാവ് യു നൗ അണ്ടർസ്റ്റുഡ് വിച്ച് കാറ്റഗറി ഓഫ് പ്ലാന്റ്സ് ഡു ഓർക്കിഡ്സ് ബിലോങ്സ് ടു? ഓർക്കിഡുകൾ സസ്യങ്ങളുടെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്ന് മനസ്സിലായില്ലേ. അപ്പം വിൽ ദ പ്രസൻസ് ഓഫ് എപ്പിഫൈറ്റ്സ് എഫക്റ്റ് ഹോസ്റ്റ് പ്ലാന്റ്സ് അഡ്വേഴ്സ്ലി? എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ ശ്വസിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കുമോ? Will the presence of epiphytes affect host plants adversely? Discuss and note down your findings in the science diary. ചർച്ച ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ബുക്കിൽ എഴുതുക. അടുത്തത് parasitic plants. Haven't you seen the loranthus that grows on the mango tree? മാവിലും മറ്റും പടർന്നു വളരുന്ന ഇത്തിൽക്കണ്ണി കണ്ടിട്ടില്ലേ? അതാണ് ലൊറാന്തസ് അല്ലേ, ഇത്തിൽക്കണ്ണി. Is the growth of loranthus on the mango tree beneficial? Why? ഇത്തിൽക്കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ? എന്തുകൊണ്ട്? Even though loranthus has leaves and roots, it prepare food absorbing water and minerals from the host plant. Cuscuta is a light yellowish green climber which is spread over a plant. Does this climber brings any harm to the host plant? Discuss. എന്താണ് ഈ ലൊറാന്തസിന് ഇത്തിൽക്കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇവ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, അവിടുത്തെ എന്താണ് ഈ ഇപ്പം മാവിൻ്റെ മേലെയാണ് ഈ ഇത്തിൽക്കണ്ണി കണ്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഇത് ആ മാവിൻ്റെ സസ്യത്തിൽ നിന്നാണ് എന്താക്കുന്നത്, അതിൻ്റെ വാട്ടറും മിനറൽസും ഒക്കെ വലിച്ചെടുക്കുന്നത് ഈ ഇത്തിൽക്കണ്ണി മാവിൻ്റെ വെള്ളവും ലവണമൊക്കെയാണ് വലിച്ചെടുക്കുന്നത് അല്ലേ. എന്നിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. ചെടിയിൽ പടർന്ന് കിടക്കുന്ന ഈ മരത്തിൽ പടർന്ന് ഉണ്ടാകുന്നതാണ് ഈ ലൊറാന്തസ്. ഓക്കെ, ദെൻ Cuscuta is a light yellowish green climber which spreads over a plant. എന്താണ് ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് എന്ത് ഈ കസ്കത്ത എന്ന് പറഞ്ഞത്. എന്താണ് മൂടില്ലാ വള്ളി. ഓക്കെ, മൂടില്ലാ താളി. Does this climber bring any harm to the host plant? Discuss. എന്താണ് ഈ വള്ളി അത് വസിക്കുന്ന സസ്യത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുമോ? ചർച്ച ചെയ്യാൻ. Some plants absorb food from the plants on which they live. They do not prepare food for themselves. എന്താണ് ചില പ്ലാന്റ്സ് അവ വസിക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുന്നുണ്ട് അല്ലേ. ഇവ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. റെഫ്ലേഷ്യ, ദ ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ്, ഓൾസോ ബിലോങ്സ് ടു ദിസ് കാറ്റഗറി. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റെഫ്ലേഷ്യയും ഈ വിഭാഗത്തിൽ പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഏതാ? ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് റെഫ്ലേഷ്യ. ഇതാണ് റെഫ്ലേഷ്യ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് plants that absorb water and minerals from the host plant and prepare their own food with the help of their leaves are known as semi-parasites. Example, loranthus. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് എന്ത് ഈ സെമി പാരാസൈറ്റ്സ്. അതായത് പ്ലാന്റ്സ് വെള്ളവും മിനറൽസും എന്താണ് ഇവിടെ നിന്നാണ് ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് വലിച്ചെടുക്കും. എന്നിട്ട് എന്താണ് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. മറ്റേ ഹെൽപ്പ് ഓഫ് ദെയർ ലീവ്സ്, അവരുടെ ഇലയുടെ സഹായത്തോടെ ഫുഡ് ഉണ്ടാക്കുന്നതിനാണ് എന്ത് സെമി പാരാസൈറ്റ്സ് എന്ന് പറയുന്നത് ലൊറാന്തസ്. ഇനി അടുത്തത് നോക്കിയാൽ പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ ടോട്ടൽ പാരാസൈറ്റ്സ്. എക്സാമ്പിൾ കസ്കത്ത. എന്താണ് ആതിഥേയ സസ്യങ്ങളിൽ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗങ്ങൾ, അതായത് ടോട്ടൽ പാരാസൈറ്റ്സ്. അതാണ് എന്ത് ഈ കസ്കത്ത. Both semi-parasites and total parasites harm the host plant. അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് അല്ലേ. ഈ സെമി പാരാസൈറ്റ്സും ടോട്ടൽ പാരാസൈറ്റ്സും എന്താണ് ഈ ഏത് മരത്തിലാണോ ഉണ്ടാകുന്നത് ആ മരത്തിന് ദോഷം ചെയ്യുന്നുണ്ട് അല്ലേ.
സെമി പാരാസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ആദ്യത്തെ പോലെ ഹോസ് പ്ലാന്റ് അല്ലേ, ഹോസ് പ്ലാന്റ് നമുക്ക് എക്സാമ്പിൾ ഇപ്പം എന്താണ് മാവിലാണ് ഈ ഇതുണ്ടാവുന്നത്, എന്ത് എത്തൽക്കണ്ണി, അതായത് ലൊറാന്തസ് ഉണ്ടാവുന്നത്. അപ്പോൾ മാവിൻ്റെ ആ വാട്ടറും മിനറൽസും ഈ മാവിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഈ ലൊറാന്തസ് ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ് ആ ലൊറാന്തസിൻ്റെ ഇലയിൽ വെച്ചിട്ട് തന്നെ. അതിനെ സെമി പാരാസൈറ്റ്സ് എന്ന് പറയും ലൊറാന്തസിനെ. ഓക്കെ. പിന്നെ പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ ടോട്ടൽ പാരാസൈറ്റ്സ്. കസ്കട്ട, ഈ കസ്കട്ട എന്താ ചെയ്യുന്നത്? ഈ ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫുഡ് കൊണ്ട് വലിച്ചെടുക്കുക തന്നെയാണ്, അത് കസ്കട്ട അല്ലേ. ഈ സെമി പാരാസൈറ്റും ടോട്ടൽ പാരാസൈറ്റും എന്താണ്? ഈ ഹോസ്റ്റ് പ്ലാന്റ്സിന് ദോഷമാണ് അല്ലേ, നിൽക്കുന്ന ആ മരത്തിന് ദോഷമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ പാരാസിറ്റിക് പ്ലാന്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ പെക്യുലാരിറ്റീസ് ആൻഡ് ദെയർ ഹാംഫുൾ എഫക്റ്റ് ഓൺ ദ ഹോസ്റ്റ് പ്ലാന്റ് ഇൻ യുവർ സയൻസ് ഡയറി. ഈ പരാഗ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ പ്രത്യേകതകളും മാതൃസസ്യത്തിന് അവ വരുത്തുന്ന ദോഷങ്ങളും ഈ നിങ്ങളുടെ ബുക്കിൽ എഴുതുക. അടുത്തത്, ഫ്രം ഡീകമ്പോസ്ഡ് റിമെയിൻസ്, എന്താ? ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന്. ലുക്ക് അറ്റ് ദ പ്ലാന്റ്സ് ഇൻ ദ പിക്ചർ. എന്താണ്? ഈ ചിത്രത്തിലെ സസ്യങ്ങളെ നിങ്ങൾ നോക്കൂ. These plants grow absorbing nutrients from decomposed matter. Such plants are known as saprophytes. എന്താണ്? ഇവ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത്. ഇത്തരം സസ്യങ്ങളെ ശവോപജീവികൾ, സപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഈ ജീർണിച്ച അവശിഷ്ടങ്ങളില്ലേ, ഈ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്നാണ് എന്ത് ഈ പോഷക ഘടകങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്, എന്നിട്ടാണ് ഇത് വളരുന്നത്. ഇതിനെയാണ് എന്ത് സപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. നിയോട്ടിയ നോക്കൂ, നിയോട്ടിയം മോണോട്രോപ്പി അല്ലേ. പൂപ്പലുകൾക്ക് നിങ്ങൾക്ക് സുപരിചിതമാണല്ലോ. പൂപ്പലുകൾ വളരുന്നത് എവിടെയാണ്? ആർ യു നോട്ട് ഫെമിലിയർ വിത്ത് ഫംഗി? വേർ ഡു ഫംഗി ഗ്രോ? എവിടെയാണ് ഈ ഫംഗസ്, അതായത് ഫംഗി വളരുന്നത്, പൂപ്പലുകൾ വളരുന്നത്? ട്രൈ ദിസ് ആക്ടിവിറ്റി. ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. വേർ ഡു ഫംഗി ഗ്രോ? പൂപ്പലുകൾ വളരുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ്? ട്രൈ ദിസ് ആക്ടിവിറ്റി. സോക്ക് എ പീസ് ഓഫ് ബ്രെഡ് ഇൻ വാട്ടർ ആൻഡ് കീപ് ഇറ്റ് അസൈഡ്. ഒബ്സർവ് ഇറ്റ് ത്രൂ എ ഹാൻഡ് ലെൻസ് ആഫ്റ്റർ 2 days in your science diary. Draw what you have observed. Fungi growing on bread, pickle, etc. are saprophytes. Fungi do not belonging to the group of plants. എന്താ? ഒരു കഷ്ണം റൊട്ടി നനച്ചു വെക്കൂ. 2 ദിവസത്തിന് ശേഷം ഒരു ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിച്ച് നോക്കിയേ. എന്തായാലും കാണാം, അതിലെ ബ്രെഡിൽ എന്ത് കാണും? നമുക്ക് പൂപ്പൽ കാണും, ഫംഗി കാണാൻ പറ്റും. നിങ്ങൾ നിരീക്ഷിച്ചത് പുസ്തകത്തിൽ എഴുതുക. ഈ റൊട്ടിയിലും അച്ചാറിലും കണ്ടിട്ടുണ്ടാവും മുകളിലൊരു വെള്ളപ്പാട കെട്ടിക്കുന്നത് അല്ലേ, അത് എന്താണ്? ഫംഗിയാണ് അല്ലേ, പൂപ്പലാണ് അല്ലേ. റൊട്ടിയിലും അച്ചാറിലും ഒക്കെ വളരുന്ന ഈ പൂപ്പലുകളെല്ലാം എന്താണ്? ശവോപജീവികളാണ്. പൂപ്പലുകൾ സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. എന്താണ്? ഈ പൂപ്പലുകളൊക്കെ എന്താ? സാപ്രോഫൈറ്റ്സ് ആണ് അല്ലേ. ഈ പൂപ്പലുകൾ എന്താക്കുന്നില്ല? ഈ പ്ലാന്റ്സിൽ പെടുന്നില്ല. ബ്രെഡ് മോൾഡ് കണ്ടില്ലേ, റൊട്ടിയിലെ പൂപ്പൽ. ഇനി നോക്കിയാൽ മഷ്റൂം അല്ലേ. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? കൂണ് കേട്ടിട്ടുണ്ടാവും അല്ലേ. മഷ്റൂംസ് പോപ്പിംഗ് അപ്പ് ലൈക്ക് അംബർലാസ് ആർ ഫെമിലിയർ സൈറ്റ്. ദേ ഓൾസോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗി. കുട പോലെ മുളച്ച് പൊന്തുന്ന കൂണുകൾ നമുക്ക് സുപരിചിതമാണ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലേ, മഴക്കാലത്തൊക്കെ ആയിരിക്കും അധികം കാണുക അല്ലേ. അതൊക്കെ എന്താണ്? ഈ മഷ്റൂം ഉണ്ടായിരിക്കും നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും അല്ലേ. അമ്പർല പോലെ ഇതൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനത്തെ കൂണുകൾ കണ്ടു. ദേ ഓൾസോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗി. ഇവയും പൂപ്പൽ വിഭാഗത്തിൽ പെട്ടവയാണ് അല്ലേ. വേർ ആർ മഷ്റൂംസ് ഫൗണ്ട്? കൂണുകൾ എവിടെയെല്ലാമാണ് കാണുന്നത്? ഡു ദേ ഡിഫർ ഇൻ കളർ, സൈസ് എക്സെട്ര? നിറം, വലുപ്പം എന്നിവയിൽ ഇവയ്ക്ക് വ്യത്യാസമുണ്ടോ? ആഡ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് മഷ്റൂംസ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾക്ക് ഈ കൂണിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും അല്ലേ, മഷ്റൂമിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ കൂണുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ എന്താക്കുക, എഴുതുക. ഓക്കെ. വി ഹാവ് ബീൻ ഡിസ്കസിങ് സം ഓഫ് ദ പ്ലാന്റ്സ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ആഹാരത്തിനും വാസസ്ഥലത്തിനും വേണ്ടി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തത് അല്ലേ. വാട്ട് അബൌട്ട് ദ പെപ്പർ വൈൻ ദാറ്റ് ഗ്രോസ് ഓൺ അതർ പ്ലാന്റ്സ്? കുരുമുളക് വള്ളി മറ്റു വൃക്ഷങ്ങളിലാണല്ലോ വളരുന്നത്. വൈ ഡു ഇറ്റ് ഡു സോ? കുരുമുളക് വള്ളി എന്തിനാവും മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്? നോക്കൂ. ലെൻ സപ്പോർട്ട് മേക്ക് പന്തൽസ്.
താങ്ങ് കൊടുക്കാം, പന്തലിടാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസ് കണ്ടല്ലോ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റബിൾസ് അല്ലേ, വിവിധ തരം പച്ചക്കറികൾ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ പച്ചക്കറികൾ. ഓക്കെ. വിസിറ്റ് എ വെജിറ്റബിൾ ഗാർഡൻ, ഒരു പച്ചക്കറി തോട്ടം നിങ്ങൾ വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഫൗണ്ട് ദർ, അവിടെ എന്തെല്ലാം തരത്തിലുള്ള സസ്യങ്ങളുണ്ട്. വിച്ച് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് ആർ പ്രൊവൈഡഡ് വിത്ത് സപ്പോർട്ട് ടു ക്ലൈംബ് അപ്പ്, അവയിൽ ഏതെല്ലാം സസ്യങ്ങൾക്കാണ് പിടിച്ചു കയറാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഏതിനൊക്കെ ആയിരിക്കും, കണ്ടിട്ടുണ്ടോ? പയറിന് അല്ലേ, പയറ്, പിന്നെന്താ ബിറ്റർ ഗോഡ്, പിന്നെ കയ്പ, അങ്ങനെ കുറേ സാധനത്തിൽ പടവല, അതിനൊക്കെ എന്താണ് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. നിങ്ങളെന്നെ എഴുതി നോക്കൂ. വിച്ച് ആർ ദ പ്ലാന്റ്സ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ ഓൺ ദ ഗ്രൗണ്ട്, ഏതെല്ലാം സസ്യങ്ങളാണ് നിലത്ത് പടരുന്നത്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ ദ സയൻസ് ഡയറി, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുക. ഒബ്സർവ് ദ പിക്ചർ, യു ക്യാൻ സീ സ്പ്രിംഗ് ലൈക്ക് പാർട്സ് ഇൻ ദ ആഷ് ഗോഡ് വൈൻ, വാട്ട് ആർ ദേ ഫോർ. ഈ ചിത്രം ശ്രദ്ധിച്ചേ, ടെൻട്രിൽസ് എന്താണ്, ഈ കുമ്പളവള്ളിയിൽ എന്താണ് സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങൾ, സ്പ്രിങ് പോലുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താ. പെപ്പർ വൈൻ എന്താണ്, പെപ്പർ വൈന്, സ്നേക്ക് ഗോഡ്, ബിറ്റർ ഗോഡ്, ഗ്ലോറിയോസ എന്താണ്, കുരുമുളക്, പടവലം, പാവൽ, മോന്തോന്നി അല്ലേ, ഗ്ലോറിയോസ്. സെർച്ച് ഫോർ സിമിലർ പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ്, റെക്കോർഡ് ദെയർ പെക്യുലാരിറ്റീസ്, നിങ്ങളുടെ പരിസരം നിരീക്ഷിക്കുക, ഇത്തരത്തിലുള്ള സസ്യങ്ങൾ കാണുന്നുണ്ടോ, പ്രത്യേകതകൾ രേഖപ്പെടുത്തൂ. ക്ലൈംബേഴ്സ് എന്താണ്, ക്ലൈംബേഴ്സ് പറഞ്ഞാൽ ആരോഹികൾ, എന്താണ്, ക്ലൈംബേഴ്സ് ആർ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ്, ദേ ക്ലൈംബ് ഓൺ അതർ പ്ലാന്റ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് സ്പ്രിംഗ് ലൈക്ക് പാർട്സ് കോൾഡ് ടെൻഡ്രിൽസ്, മറ്റ് ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് ഈ ക്ലൈംബേഴ്സ്. താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് അതിൻ്റെ ടെൻഡ്രിൽസ്. സം പ്ലാന്റ്സ് ഹാവ് ക്ലിങ്ങിങ് റൂട്ട്സ് ഫോർ ദിസ് പർപ്പസ്, പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ, ബിറ്റർ ഗോഡ് ആൻഡ് സ്നേക്ക് ഗോഡ് ആർ എക്സാമ്പിൾസ്. ചില പ്ലാന്റ്സിൽ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികൾ പിടിച്ചു കയറുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം എന്താണ്, ക്ലൈംബേഴ്സ് ആണ്. You might have seen the sweet potato. It is a weak stemmed plant. How does it grow? Does it have tendrils? മധുരക്കിഴങ്ങ് ചെടി കണ്ടിട്ടുണ്ടാകുമല്ലോ, അതൊരു ദുർബലകാന്ഡ സസ്യമാണ് അല്ലേ. അവ എങ്ങനെയാണ് വളരുന്നത്, അതിൽ പ്രധാനങ്ങൾ ഉണ്ടോ നോക്കിയേ. സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോ കോട്ടിൽ, സ്ട്രോബെറി അല്ലേ, സ്ട്രോബെറി ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, അതൊക്കെ എന്താണ്, നിലത്ത് വളരുന്നതാണ് അല്ലേ. ഇനി ക്രീപ്പേഴ്സ് എന്താണ്, ക്രീപ്പേഴ്സ് ഇഴവള്ളികൾ. വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ക്രീപ്പിംഗ് ഓൺ ദ ഗ്രൗണ്ട് ആർ കോൾഡ് ക്രീപ്പേഴ്സ്. സ്വീറ്റ് പൊട്ടറ്റോ, ഹൈഡ്രോ കോട്ടിൽ, സ്ട്രോബെറി എക്സെട്ര ആർ എക്സാമ്പിൾസ്. ദീസ് പ്ലാന്റ്സ് ഡു നോട്ട് പോസസ് ടെൻഡ്രിൽസ് ഓർ ക്ലിങ്ങിങ് റൂട്ട്സ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാന്ഡ സസ്യങ്ങളാണ് എന്ത്, ക്രീപ്പേഴ്സ്. അത് നിലത്താണ് വളരുന്നത്, നിലത്ത് വളരുന്നതാണ് ക്രീപ്പേഴ്സ് അല്ലേ. മധുരക്കിഴങ്ങ്, കുടങ്ങൽ, സ്ട്രോബെറി എന്നിവ എന്താണ്, ക്രീപ്പേഴ്സാണ്. ഇവയിൽ എന്താണ്, ദീസ് പ്ലാന്റ്സ് ഡു നോട്ട് പോസസ് ടെൻഡ്രിൽസ് ഓർ ക്ലിങ്ങിങ് റൂട്ട്സ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഒന്നും ഇല്ല അല്ലേ. ഒബ്സർവ് ദ ക്രീപ്പേഴ്സ് ആൻഡ് ക്ലൈംബേഴ്സ് സീൻ അറൗണ്ട് അസ് ആൻഡ് ക്ലാസിഫൈ ദം. റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. നമുക്ക് ചുറ്റുമുള്ള ഇഴവള്ളികളും അതായത് ക്ലൈംബേഴ്സും ക്രീപ്പേഴ്സും ഒക്കെ എന്താണ്, ആ സസ്യങ്ങൾ നിരീക്ഷിച്ചിട്ട് നിങ്ങൾ പുസ്തകത്തിൽ എഴുതുക. ഡൈവേഴ്സിറ്റി ഇൻ റൂട്ട്സ്, വേരിലെ വൈവിധ്യം. ബനിയൻ ട്രീ, സ്ക്രൂ പൈൻ. എന്താണ് ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ, പേരാല് അല്ലേ, ആല് കണ്ടില്ല അത്. ഓക്കെ. ഇനി മറ്റേത് സ്ക്രൂ പൈൻ, എന്താണ്, ആറ്റുകൈത എന്ന് പറഞ്ഞാൽ. ലുക്ക് അറ്റ് ദ പിക്ചർ, ഡു യു നോട്ടീസ് റൂട്ട്സ് ഗ്രോയിങ് ഡൗൺവാർഡ്സ് ഫ്രം ദ ബ്രാഞ്ചസ് ആൻഡ് ദ സ്റ്റെം. ഹൗ ആർ ദീസ് റൂട്ട്സ് യൂസ്ഫുൾ ടു ദ പ്ലാന്റ്സ്. ആർ ദർ സച്ച് പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഒബ്സർവ്. ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കൊമ്പിൽ നിന്നും കാണ്ഡത്തിൽ നിന്നും താഴേക്ക് വളർന്നു നിൽക്കുന്ന വേരുകൾ കണ്ടില്ലേ, ഈ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതൊക്കെ അതിൻ്റെ വേരാണ് അല്ലേ. ഈ വേരുകൾ സസ്യങ്ങൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്. ഇത്തരം സസ്യങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ, ഒബ്സർവ് ചെയ്ത് നോക്കുക അല്ലേ. പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്സ്, താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. Roots are used not only to absorb water and minerals but also to provide support to plants. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല
ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ. ഈ വെള്ളവും മിനറൽസും വലിച്ചെടുക്കാൻ മാത്രമല്ല ഈ റൂട്ട് ഇതാവുന്നത്, പിന്നെ ഈ ചെടികളെ താങ്ങി നിർത്താനും ഈ റൂട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ. Prop roots and still roots are roots seen above the soil to support the plants. മണ്ണിന് മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങ് വേരുകൾ, പൊയ്ക്കാൽ വേരുകൾ അല്ലേ. ഈ പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മണ്ണിന് മുകളിൽ കാണുന്ന വേരുകളെയാണ് പറയുന്നത് പ്രോപ്പ് റൂട്ട്സും സ്റ്റിൽ റൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട്സ് സീൻ ഇൻ ദ ബനിയൻ ട്രീ ആർ പ്രോപ്പ് റൂട്ട്സ്. എന്താണ് ബനിയൻ ട്രീയിൽ കാണുന്നത്? എന്താണ് പ്രോപ്പ് റൂട്ട്സ് ആണ്. ദീസ് റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്സ് ഫ്രം ഏരിയൽ ബ്രാഞ്ചസ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്ന് താഴേക്ക് വളരുന്നവയാണ്. ഓക്കെ, ബനിയൻ ട്രീയിൽ നിന്ന് എന്താണ് ബനിയൻ ട്രീൻ്റെ മുകളിൽ ബ്രാഞ്ചസിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വളരുന്നതാണ് എന്ത് ഈ പ്രോപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദ റൂട്ട്സ് ഇൻ സ്ക്രൂ പൈൻ. ഈ സ്ക്രൂ പൈൻ്റെ നോക്കിയേ, എന്താണ് അതിൻ്റെ വേരുകൾ നോക്കൂ. ഇറ്റ് ഈസ് ഫ്രം ദ സ്റ്റെം ദാറ്റ് ദ റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്സ്. തണ്ടിൽ നിന്നാണ് വേരുകൾ താഴേക്ക് വളരുന്നത്. ഓക്കെ, തണ്ടിൽ നിന്ന് താഴേക്ക് വളരുന്നതാണ് എന്ത് സ്ക്രൂ പൈൻ്റെ റൂട്ട്. ഇറ്റ് ഈസ് ഫ്രം ദ സ്റ്റെം ദാറ്റ് ദ റൂട്ട്സ് ഗ്രോ ഡൗൺവേർഡ്സ്. ദീസ് റൂട്ട്സ് ആർ കോൾഡ് സ്റ്റിൽറ്റ് റൂട്ട്സ്. ഇത്തരം വേരുകളെ എന്താണ് സ്റ്റിൽറ്റ് റൂട്ട് എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു. There are more diversities among roots. Read the following note on mangroves. വേരുകളിലെ വൈവിധ്യം ഇനിയുമുണ്ട്. ഈ മാംഗ്രോവ്സ് അറിയില്ലേ, കണ്ടൽ ചെടികളെ കുറിച്ചുള്ള കുറിപ്പ് വായിക്കാം. നമുക്ക് നോക്കാം എന്താണ് മാംഗ്രോവ്സ്. Mangroves are special kinds of plants growing in marshy areas. ഈ ചതുപ്പ് നിലങ്ങൾ, മാർഷി ഏരിയ എന്ന് പറഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് എന്ത് ഈ മാംഗ്രോവ്സ്, കണ്ടൽ ചെടികൾ അല്ലേ. The tip of their roots grow towards the atmosphere. These roots that help in gaseous exchange are called ന്യൂമാറ്റോഫോഴ്സ്. എന്താണ് ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വേരിൻ്റെ അറ്റം എന്താണ് അറ്റ്മോസ്ഫിയറിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകൾക്ക് ന്യൂമാറ്റോഫോഴ്സ്, ശ്വസന വേരുകൾ എന്ന് പറയുന്നു. Collect more details and pictures of mangroves and prepare a wall journal. കണ്ടൽ ചെടികളുടെ കൂടുതൽ വിശേഷങ്ങളും ചിത്രങ്ങളും ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കൂ. നോക്കൂ, ഈ ന്യൂമാറ്റോഫോഴ്സ് ഇൻ മാംഗ്രോവ്സ് എന്താണ് കണ്ടൽ ചെടിയുടെ ഈ ശ്വസന വേരുകൾ കണ്ടില്ലേ, ചിത്രത്തിൽ കണ്ടില്ലേ. ഫോർ സ്റ്റോറിങ് ഫുഡ്, ആഹാരം സംഭരിക്കാൻ. ഒബ്സർവ് ദ പിക്ചർ നോക്കൂ. ഒന്ന് പൊട്ടറ്റോ, മറ്റേത് ടപ്പിയോക്ക. ഓക്കെ, observe the picture. Aren't both edible tubers? Which of them sprouts when kept for some time? Why? ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകളാണല്ലോ രണ്ടും, ആണല്ലേ. കുറച്ചു കാലം വച്ചിരുന്നാൽ ഏതിൽ നിന്നാണ് മുള വരിക? എന്തുകൊണ്ട്? റൈറ്റ് ഡൗൺ യുവർ ഗസ് ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളുടെ ഊഹം എന്താക്കണം പുസ്തകത്തിൽ എഴുതുക. ടപ്പിയോക്ക സ്റ്റോർസ് ഫുഡ് ഇൻ റൂട്ട്സ്. റൂട്ട്സ് ദാറ്റ് സ്റ്റോർ ഫുഡ് ഇൻ ദിസ് വേ ആർ കോൾഡ് സ്റ്റോറേജ് റൂട്ട്സ്. വേരിലാണ് എന്ത് ടപ്പിയോക്ക ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് എന്ത് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്, സംഭരണ വേരുകൾ എന്ന് പറയപ്പെടുന്നത്. ആഹാരം റൂട്ടിൽ ശേഖരിച്ചു വെക്കുന്നത് കൊണ്ടാണ് എന്താണ് സ്റ്റോറേജ് റൂട്ട് എന്ന് പറയുന്നത്. ഓൾ ട്യൂബേഴ്സ് ആർ നോട്ട് സ്റ്റോറേജ് റൂട്ട്സ്. എല്ലാ കിഴങ്ങുകളും എന്താണ് സ്റ്റോറേജ് റൂട്ട്സ് അല്ല അല്ലേ. പൊട്ടറ്റോ ഈസ് എ മോഡിഫൈഡ് സ്റ്റെം. സച്ച് സ്റ്റെം സീൻ ബിലോ ദ സോയിൽ ആർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം. എന്താണ് രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂഖാണ്ഡങ്ങൾ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ടപ്പിയോക്ക എന്താണ് സ്റ്റോറേജ് റൂട്ട്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് എല്ലാ ട്യൂബേഴ്സും എന്താണ് സ്റ്റോറേജ് റൂട്ട് അല്ല അല്ലേ. ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് എന്താണ് മോഡിഫൈഡ് സ്റ്റെം ആണ് അല്ലേ. അങ്ങനത്തെ സ്റ്റെം എന്താണ് ഈ മണ്ണിൻ്റെ അടിയിൽ കാണുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ഈ പൊട്ടറ്റോ. ഓക്കെ, ക്ലാസിഫൈ ദ ഐറ്റംസ് ഗിവൺ ബിലോ ഇൻ ടു സ്റ്റോറേജ് റൂട്ട്സ് ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. ക്യാരറ്റ്, ചൈനീസ് പൊട്ടറ്റോ, ബീട്രൂട്ട്, ആരോ റൂട്ട്, എലിഫൻറ്റ് ഫുഡ് യാം, ടപ്പിയോക്ക, കൊളക്കേഷ്യ, സ്വീറ്റ് പൊട്ടറ്റോ, ജിഞ്ചർ, ടെർമറിക്. ഇതൊക്കെ എന്തൊക്കെയാണ് ഇത്രയും തന്നിരിക്കുന്നത്. ഇതിലേതൊക്കെയാണ് സ്റ്റോറേജ് റൂട്ട്, ഏതൊക്കെയാണ് അണ്ടർഗ്രൗണ്ട് റൂട്ട് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഓക്കെ, ഡൈവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഓഫ് പ്ലാന്റ്സ്. ഇനി എന്താണ് സസ്യലോകത്തെ വൈവിധ്യം. ദ വേൾഡ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റീസ്. എന്താണ്
നമ്മുടെ ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ സസ്യലോകം അല്ലേ. വേൾഡ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നതാണ്, ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ. ഹാവ് യു എവർ എൻക്വയർഡ് അബൌട്ട് ദ പ്ലാന്റ്സ് ഡൈവേഴ്സിറ്റി ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ പ്രദേശത്തെ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? എക്സാമിൻ ദ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ഇൻ യുവർ പഞ്ചായത്ത് ഓഫീസ് ആൻഡ് പ്രിപ്പയർ എ ടേബിൾ ഓഫ് പ്ലാന്റ്സ്. Observe these plants and write down their peculiarities and find out their significance as well. എന്താണ്, നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലെ ജൈവവൈവിധ്യ രജിസ്റ്റർ, ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പരിശോധിച്ചിട്ട് ഈ പ്ലാന്റ്സിൻ്റെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞത്. പ്രസ്തുത സസ്യങ്ങൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക. അവയുടെ പ്രാധാന്യവും അന്വേഷിച്ച് കണ്ടെത്തുമല്ലോ. Prepare a report of your findings and present it in the science club meeting. Prepare a biodiversity register after observing the plants in your school premises. എന്താണ്, നിങ്ങളുടെ കണ്ടെത്തലുകൾ റിപ്പോർട്ടാക്കി സയൻസ് ക്ലബ്ബ് യോഗത്തിൽ അവതരിപ്പിക്കുക. നിങ്ങളുടെ വിദ്യാലയ പരിസരം നിരീക്ഷിച്ചൊരു ജൈവ വൈവിധ്യ രജിസ്റ്ററും തയ്യാറാക്കണം. വാട്ട് ട്രീസ് പ്രൊവൈഡ്? മരം എന്തെല്ലാം നൽകുന്നു? വിച്ച് ആർ ദ ഓർഗാനിസം ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ട്രീസ്? മരത്തെ ആശ്രയിക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? ഇതിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ല, ചിത്രത്തിൽ കാണുന്ന ഒരുപാട് മൃഗങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്, ഇതൊക്കെ മരത്തിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ. മനുഷ്യർ വരെ മരത്തിനെ ആശ്രയിക്കുന്നുണ്ട്. ഇൻ വാട്ട് വേസ് ഡു ട്രീസ് ഹെൽപ്പ് ദം? മരം എങ്ങനെയെല്ലാം അവയെ സഹായിക്കുന്നു? മരം പല ടൈപ്പിൽ സഹായിക്കുന്നുണ്ട് അല്ലേ. ചിത്രം നോക്കി രേഖപ്പെടുത്താൻ. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റെക്കോർഡ് ദ ഓർഗാനിസംസ് ഹൗ ട്രീസ് ഹെൽപ്പ്. ബേഡ്സിനാണെങ്കിൽ ഷെൽട്ടറും ഫുഡും അല്ലേ. അങ്ങനെ ഒരുപാട് ആനിമൽസിനും ഓർഗാനിസത്തിനും എന്താണ്ട് ഈ ട്രീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ദ പിക്ചർ ഡു യു സീ എ വുഡ് കട്ടർ വാക്കിംഗ് ടുവാർഡ്സ് ദ ട്രീസ്? ജസ്റ്റ് ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ടു ദ ഓർഗാനിസം ഇൻ ദ ട്രീ ഇഫ് ഇറ്റ് ഈസ് കട്ട് ഡൗൺ. മരം വെട്ടുകാരൻ മരത്തിനടുത്തേക്ക് നടന്നെടുക്കുന്നത് കണ്ടില്ലേ. ഈ മരം വെട്ടി വീഴ്ത്തിയാൽ അതിലെ ജീവികൾക്ക് എന്ത് സംഭവിക്കുമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. കഷ്ടമായിരിക്കില്ല അവരുടെ കാര്യം. അതിൻ്റെ എത്രയും ജീവികൾ ആ മരത്തിനെ ആശ്രയിക്കുന്നതാണ് അല്ലേ. എന്നിട്ട് ആ മരം വെട്ടിയാലുള്ളൊരവസ്ഥ അല്ലേ ആ ജീവികളുടെ. Isn't it your responsibility to protect plants? What can we do in this regard? Organize events to create awareness in your locality about the significance of protecting trees. Take up such activities and implement them. സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലേ. നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? സസ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുക. ദെൻ സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ഔട്ട്കംസ്. ഈ പ്രധാന പഠന നേട്ടങ്ങളിൽ പെടുന്നവ. ലേണർ ക്യാൻ ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് പ്ലാന്റ്സ് വിത്ത് ക്ലോറോഫിൽ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. എന്താണ്, ക്ലോറോഫിലുള്ള സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. ക്ലാസിഫൈ പ്ലാന്റ്സ് ഇൻടു പാരസൈറ്റ്സ് ആൻഡ് സെപ്രോഫൈറ്റ്സ് ആൻഡ് ഗിവ് എക്സാമ്പിൾ. എന്താണ്, സെപ്രോഫൈറ്റ്സും പിന്നെ പാരസൈറ്റ്സും അല്ലാത്ത എന്നിങ്ങനെ തരം തിരിച്ച് ഉദാഹരണങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്. ഐഡൻറ്റിഫൈ പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ കാറ്റഗറി ഓഫ് എപ്പിഫൈറ്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ പെക്യുലാരിറ്റീസ്. എപ്പിഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളെ തിരിച്ചറിയാനും അവയുടെ പ്രത്യേകതകൾ വിശദീകരിക്കാനും കഴിയുന്നു. ക്ലാസിഫൈ വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദെയർ പെക്യുലാരിറ്റീസ്. ദുർബലകാണ്ഡ സസ്യങ്ങളെ അവയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കാൻ കഴിയുന്നു. റെക്കഗ്നൈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ദെയർ ഫങ്ഷൻ. സസ്യവിഭാഗങ്ങൾക്കുണ്ടാവുന്ന രൂപാന്തരങ്ങൾ തിരിച്ചറിഞ്ഞ് തരം തിരിക്കാനും അവയുടെ ധർമ്മങ്ങൾ വിശദീകരിക്കാനും കഴിയുന്നു. റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പ്ലാന്റ്സ് ഡൈവേഴ്സിറ്റി ആൻഡ് സജസ്റ്റ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. സസ്യവൈവിധ്യത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സംരക്ഷണ മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ഇന്നിവിടെ തീരുകയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്ററാണ്, ബേസിക് സയൻസിന് നമ്മളിന്ന് എടുത്തത്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്കെന്ത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇന്നിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.